ഹായ് ഹലോ. ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നല്ല അടിപൊളി മീൻ കിട്ടിയത് കേട്ടോ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നമ്മൾ വൈറൽ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാ ഇതിൻ്റെ മസാലക്കൂട്ട് പിന്നെ വൈറലായതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്തായാലും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു നല്ല എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാലക്കൂട്ടിലോട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി നല്ലതായിട്ട് പിന്നെ വഴണ്ടി വരണം. നല്ല വഴണ്ടി വന്നു കഴിഞ്ഞൊരു ബ്രൗൺ കളറാവണം കേട്ടോ. അതുവരെ വഴറ്റി കൊടുക്കാം. ഓക്കെ, നല്ലതായിട്ട് ഇളക്കി അടി പിടിക്കാണ്ട് നോക്കണം. അതിനുശേഷം അതിലോട്ട് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പിന്നെ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇതിലോട്ട് മത്തി അതുപോലെ അയില ഇതൊക്കെ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലുള്ള കഷ്ണമീനൊക്കെ ആണെങ്കിൽ അതിന് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, ചോറിന് കൂട്ടാൻ കേട്ടോ. ഈ ഒരു മസാല തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഒരു പുളിൻ്റെ ഉള്ള കോമ്പിനേഷൻ കൂടി അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.